നമ്മുടെ വൈറലായ സൂര്യകാന്തി പൂ വെച്ചുള്ള ടിയാര പോലെ നമ്മളിന്ന് വേറൊരു ഫ്ലവർ വെച്ച് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനും പ്രത്യേകിച്ചുള്ള പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നമ്മൾ മറ്റേ വീഡിയോ പറഞ്ഞ പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അതിനെങ്ങനെയാണോ നമ്മൾ ആ ഒരു ടിയാര ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റെപ്സ് ഫോളോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഈ ഫ്ലവറിന്റെ തണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് ആ തണ്ട് വരും. പിന്നെ അഗെയിൻ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാണുമ്പോൾ ഈ ഫ്ലവറിന്റെ തണ്ടിന് കുറച്ച് നീട്ടമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വിചാരിക്കും ഭയങ്കര ഈസിയാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, മറ്റേതിനെക്കാട്ടി ഭയങ്കര പാടായിരുന്നു ഇത് വെച്ച് ചെയ്യാൻ വേണ്ടി. മറ്റേതുപോലെ ഇത് വെച്ച് ഉണ്ടാക്കാനുള്ള ഓവർ കോൺഫിഡൻസിലായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. പക്ഷേ പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ തണ്ട് ചെറുതായതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മളിത് ഇവിടെ വെച്ച് നിർത്തിയിരിക്കുന്നു. എൻ്റെ തണ്ട് ഭയങ്കര ചെറുതായതുകൊണ്ട് ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.